കൂട്ടുകാരെ, ഞാൻ ഇന്നലെ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്. ഞാൻ പറയാറില്ലേ, എൻ്റെ മാവ് മാങ്ങ എന്നൊക്കെ പറയാറില്ലേ കൂടെ, ആ മാവിൻ്റെ മുകളിൽ നിന്നൊരു 5 മാങ്ങ പറിച്ചുകൊണ്ട് വന്നു ഇന്നലെ കേട്ടോ. അതൊന്നും കാണിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ അച്ചാർ ഉണ്ടാക്കിയതാണ്. അല്ലേ, അതിതാ ഇങ്ങനൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നത്. ഈ പാത്രത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ അച്ചാർ ഞാനൊരു കവർ ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ, അപ്പോൾ കവറിടുമ്പം അഥവാ ഈ അച്ചാർ ഇവിടെ ഉപയോഗിക്കാനല്ല കേട്ടോ, അങ്ങ് കുവൈത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രം എടുക്കുമ്പോൾ നമ്മളതിലൊരു കവർ ഇടണം. അപ്പോൾ എന്താ വെച്ചാൽ, അഥവാ ഈ ഗൾഫിലൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ ചിലപ്പോൾ വലിച്ചെറിയും. അപ്പോൾ ഈ വലിച്ചെറിയുന്ന ആ ഒരു സംഭവത്തിൽ അഥവാ ഇത് പൊട്ടിപ്പോയാൽ ആ അച്ചാർ മുഴുവൻ ആ പെട്ടിയുള്ള ഡ്രസ്സിലാണെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളിലാണ് എല്ലാം അങ്ങോട്ട് ആവും. അപ്പോൾ ഈ കളറൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥകളൊന്ന് ചിന്തിച്ച് നോക്കി എന്തായിരിക്കും അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ ഇത് സാധാരണ ഒരു കവറാണ്. എന്താ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു കവറാണ്. ആ കവറിൽ ഇങ്ങനെ ഇടും. ഇത് അപ്പം ഈ കവറാകുമ്പം കവറ് പൊട്ടില്ലല്ലോ, അതിനാണ് നമ്മൾ ഈ കവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ഇതിലെ ഇങ്ങനെ ഓരോരോ സ്പൂണും ഇങ്ങനെ ഇതിലേക്ക് കോരിയിടണം. കാണുമ്പോൾ കഴിക്കണം തോന്നുന്നുണ്ടോ? നല്ല അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. കാരണം മാങ്ങ അത്രയും സൂപ്പർ മാങ്ങയാണ്, നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മളെപ്പോഴും അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ എടുത്ത് അച്ചാറിടണം. അതിനൊരു പ്രത്യേക ഒരു രുചിയായിരിക്കും. അപ്പം ഞാൻ ജ്യൂസ് അടിച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അതേ മാങ്ങയാണ് ആ ജ്യൂസ് അടിച്ച ആ മാങ്ങ തന്നെയാണ്. ആ മാങ്ങയല്ല കേട്ടോ. ഇനിയിപ്പം ജ്യൂസ് അടിച്ച മാങ്ങ ഇങ്ങനെ അച്ചാറിടാൻ കഴിയുമെന്ന് ചോദിക്കും. അതല്ല, ആ മാവിൻ്റെ മുകളിൽ ഇപ്രാവശ്യം ഒരു 10-40 മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമ്മൾ ഗൾഫ് കുവൈത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ അച്ചാറെന്നൊക്കെ ഇപ്പോൾ എന്താ പറയുക, അച്ചാറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ മായങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതാകുമ്പോൾ വീട്ടിലുണ്ടാക്കണല്ലേ, അങ്ങനെ മായം വന്നതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഈ കുപ്പിയിലേക്ക് ഇടാൻ പോകുന്നു. കൂട്ടുകാരെ, ഇത് പറയാൻ മറന്നുപോയി. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു അച്ചാർ കൂടി ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതങ്ങനെയാണ്, നീളങ്ങനെ പുളിയാണ്. ഈ അച്ചാറിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ കുറച്ച് ശർക്കര കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മധുരമാങ്ങ അച്ചാറാണ്. മധുരമാങ്ങ അച്ചാർ ഇതാണ് മധുരമാങ്ങ അച്ചാർ. നല്ല ഗ്രേവിയൊക്കെ ഉണ്ടല്ലേ, ശരിക്ക് എനിക്ക് തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പോൾ ഇത് മധുരമാങ്ങ അച്ചാറാണ്. എന്താ ഇതെല്ലാം ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ്.
അപ്പോൾ 2 അച്ചാർ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നില്ലേ. ഒന്ന് ഇത് സാദാ അച്ചാറാണ്, മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത് മധുരമാങ്ങ അച്ചാറാണ്. പിന്നെ ഈ മാങ്ങയ്ക്ക് ചെറിയൊരു മധുരം കൂടി ഉണ്ട് കേട്ടോ. നല്ല മൂത്ത വിളഞ്ഞ മാങ്ങയാണ്. ഉള്ളൊക്കെ ഇത്തിരി പഴുപ്പ്, ഇച്ചിരി ഉള്ളിലൊക്കെ ചെറിയ പഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുളിയും മധുരം കൂടി മിക്സാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചുണ്ട്. പക്ഷേ ഈ മധുരമാങ്ങ അച്ചാറിൽ ഞാൻ കുറച്ച് ശർക്കര ലായനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഇതുപോലെ ഒരു ലോങ് വീഡിയോ ആയിപ്പോയി. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നിങ്ങളെ ഓരോ കമൻറ്റിനുമാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഇപ്പം ഈ മൊബൈൽ നമ്മൾ തുറന്നു നോക്കിയാൽ എല്ലാവരും വീഡിയോസ് ഇടും. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ കമൻസുകൾ വരുന്നത്. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറിയാൽ ഒരു 5 കമൻസ്. അങ്ങനെ ചെയ്യല്ലേ, പാവമല്ലേ ഞാൻ. അപ്പോൾ ഓക്കെ, ബൈ.